ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആൻമരിയ പബ്ലിഷേഴ്സിൻ്റെ പരിശുദ്ധ കുർബാനയെ അറിയാം അനുഭവിക്കാം എന്ന യൂട്യൂബ് പഠന പരമ്പരയുടെ 7ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരുക്ക ശുശ്രൂഷ. അനാഫറയുടെ ഒരുക്കമായിട്ടുള്ള ഈ ശുശ്രൂഷയിൽ ഈശോയുടെ പീഡാനുഭവവും കുരിശുമരണവും സംസ്കാരവുമാണ് അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത്. ഭൗതിക ഒരുക്കവും ആധ്യാത്മിക ഒരുക്കവുമുണ്ട്. ബലിവസ്തുക്കളുടെ ഒരുക്കം, അവയുടെ സമർപ്പണം, ബലിവസ്തുക്കൾ ശോശപ്പ കൊണ്ട് മൂടൽ എന്നിവയാണ് ഭൗതിക ഒരുക്കത്തിൻ്റെ ഘടകങ്ങൾ. അയോഗ്യരെ പറഞ്ഞയക്കൽ, സാഷ്ടാംഗം പ്രണാമം, കൈകഴുകൽ, വിശ്വാസ പ്രമാണം, കാർമ്മികൻ്റെ മദ്ബഹ പ്രവേശനം എന്നീ കാര്യങ്ങളാണ് ആധ്യാത്മിക ഒരുക്കത്തിലുള്ളത്. ഒരുക്ക ശുശ്രൂഷയെ 5 ഉപവിഭാഗങ്ങളായി തിരിക്കാം. 1. ബലിവസ്തുക്കൾ ഒരുക്കൽ. ദിവ്യരഹസ്യങ്ങളായി തീരേണ്ട അപ്പവും വീഞ്ഞും ബലിപീഠത്തിൻ്റെ ഇരുവശങ്ങളിലുമായി സ്ഥാപിച്ചിരിക്കുന്ന ഉപപീഠങ്ങളിൽ അല്ലെങ്കിൽ ബേസ് ഗസാകളിൽ ഒരുക്കുന്നു. ശുശ്രൂഷയും സമൂഹവും കാറോസൂസ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് വൈദികൻ ഒരുക്ക ശുശ്രൂഷ ആരംഭിക്കുന്നു. കാസയിൽ വീഞ്ഞും വെള്ളവും ഒരുക്കുന്നത് വലത്തുവശത്തുള്ള ബേസ് ഗസയിലും പീലാസയിൽ അപ്പം വയ്ക്കുന്നത് ഇടത്തുവശത്തുള്ള ബേസ് ഗസയിലുമാണ്. കാർമ്മികൻ ആദ്യം വലത്തുവശത്തുള്ള ബേസ് ഗസായിലേക്ക് പോയി കാസയെടുത്ത് ധൂപകലശം വഹിക്കുന്ന ശുശ്രൂഷിയുടെ നേരെ തിരിഞ്ഞ് റൂഷ്മ ചെയ്യുകയും ശുശ്രൂഷി അതിനെ ധൂപിക്കുകയും ചെയ്യുന്നു. കുർബാനയ്ക്ക് സഹവൈദികരുണ്ടെങ്കിൽ അവരായിരിക്കും ഈ ഒരുക്ക ശുശ്രൂഷ നടത്തുന്നത്. കാർമ്മികൻ താഴെ വരുന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് കാസയിൽ കുരിശാകൃതിയിൽ വീഞ്ഞിൻ്റെ പകുതി ഒഴിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കാസയിൽ അവിടുത്തെ അമൂല്യമായ രക്തം ഒഴിക്കപ്പെടുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാസയിൽ വീഞ്ഞൊഴിക്കുമ്പോൾ ഈശോ രക്തം ചിന്തിയതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിനുശേഷം താഴെ വരുന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് കാർമ്മികൻ കാസയിൽ കുരിശാകൃതിയിൽ അല്പം വെള്ളമൊഴിക്കുന്നു. പടയാളികളിൽ ഒരുവൻ വന്ന് നമ്മുടെ കർത്താവിൻ്റെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ട ആൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അവൻ്റെ സാക്ഷ്യം സത്യവുമാകുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. താഴെ വരുന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് കാർമ്മികൻ കാസയിൽ കുരിശാകൃതിയിൽ 2ാം പകുതി വീഞ്ഞ് ഒഴിക്കുന്നു. വീഞ്ഞ് വെള്ളത്തോടും വെള്ളം വീഞ്ഞിനോടും കലർത്തപ്പെടുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അനന്തരം ഇടത്തുവശത്തെ ബേസ് ഗസായിലേക്ക് കാർമ്മികൻ എത്തുകയും കുരിശടയാളത്തിൽ ആംഗ്യത്തിൽ കാണിച്ചുകൊണ്ട് ധൂപകലശത്തിൽ നിന്ന് ധൂപം പീലാസയിലേക്ക് സ്വീകരിച്ച് പീലാസയെ വിശുദ്ധീകരിക്കുന്നു. തുടർന്ന് അപ്പം എടുത്ത് പീലാസയിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ പീഠാസഹനങ്ങളെയാണ് നാം ഇവിടെ ധ്യാനിക്കേണ്ടത്. കാസയിൽ വീഞ്ഞും വെള്ളവും കൂട്ടിക്കലർത്തുകയാണ്. വീഞ്ഞ് ഈശോയുടെ ദൈവിക സ്വഭാവത്തെയും വെള്ളം ഈശോയുടെ മനുഷ്യപ്രകൃതിയെയും സൂചിപ്പിക്കുന്നു. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇവിടെ ഉപയോഗിക്കുന്ന പ്രാർത്ഥനയിൽ അപ്പം എടുത്ത് പീലാസയിലേക്ക് വയ്ക്കുമ്പോഴും വീഞ്ഞ് കാസയിലേക്ക് ഒഴിക്കുമ്പോഴും തിരുശരീരം, തിരുരക്തം എന്നീ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പം കർത്താവിൻ്റെ ശരീരത്തിൻ്റെയും വീഞ്ഞ് കർത്താവിൻ്റെ രക്തത്തിൻ്റെയും പ്രതീകങ്ങളാണ്. ഈ പ്രതീകങ്ങൾ പിന്നീട് യാഥാർത്ഥ്യങ്ങളായി രൂപാന്തരപ്പെടുകയാണ്. റൂഹ ക്ഷണ പ്രാർത്ഥന കഴിയുമ്പോഴേക്കും അപ്പവും വീഞ്ഞും കർത്താവിൻ്റെ ശരീര രക്തങ്ങളായി പൂർത്തീകരിക്കപ്പെടുന്നു. അപ്പവും വീഞ്ഞും കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി രൂപാന്തരപ്പെടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അതിനെ മുൻകൂട്ടി തന്നെ ആ പേരിൽ വിളിക്കുന്നു. അപ്പവും വീഞ്ഞും ഒരുക്കുന്നതിൻ്റെ രഹസ്യാത്മകത സൂചിപ്പിക്കാനായി ആ സമയത്ത് മദ്ബഹായ്ക്ക് വിരിയുള്ള പള്ളികളിൽ വിരിയിടാവുന്നതാണ്. 2. കൈവപ്പ് പ്രാർത്ഥന അല്ലെങ്കിൽ ആശീർവാദ പ്രാർത്ഥന. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരനെ, നിങ്ങൾ കൈവപ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുകയും. കുർബാനയുടെ പ്രധാന ഭാഗമായ അനാഫുറയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി സമൂഹത്തെ ആശീർവദിച്ച് ഒരുക്കുകയാണ് ആശീർവാദ പ്രാർത്ഥനയിലൂടെ. മാമോദിസ സ്വീകരിക്കാൻ ഒരുങ്ങുന്നവർക്ക് വചന ശുശ്രൂഷ വരെ മാത്രമേ പങ്കെടുക്കുവാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. അവരെ പറഞ്ഞയക്കുന്നതിനു മുമ്പുള്ള ആശീർവാദ പ്രാർത്ഥന കൂടിയായിരുന്നു ഇത്. കാർമ്മികൻ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ തല കുമ്പിട്ട് നിന്ന് നമ്മൾ ആശീർവാദം ഏറ്റുവാങ്ങുന്നു. കുരിശു വരച്ചാണ് വൈദികൻ ആശീർവദിക്കുന്നത്. കുരിശടയാളം മിശിഹായെ സൂചിപ്പിക്കുന്നു. അപ്പോൾ
ആശീർവദിക്കുന്നത് മിശിഹ തന്നെയാണ്. കുരിശടയാളം വരച്ച് നാം ആശീർവാദം സ്വീകരിക്കുമ്പോൾ നാം മിശിഹായെ തന്നെ സ്വീകരിക്കുന്നു. കാർമികന്റെ ഈ പ്രാർത്ഥന നമുക്കൊന്ന് ശ്രവിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്നും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുൻപാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. മാമോദിസ സ്വീകരിക്കാത്തവരും മാരക പാപം ചെയ്തിട്ട് കുമ്പസാരിക്കാത്ത വ്യക്തികളും ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ദേവാലയത്തിന് പുറത്തേക്ക് പോയി മോണ്ടളത്തിൽ കാവൽ നിൽക്കുന്നു. അനുതപിച്ച പാപിക്ക് അനുരഞ്ജന കൂദാശയിൽ ലഘുപാപം മാത്രമേ മോചിക്കപ്പെടുകയുള്ളൂവെന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ശുശ്രൂഷയുടെ ആഹ്വാനം ഇപ്രകാരമാണ്: മാമോദിസ സ്വീകരിക്കുകയും ജീവനടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. പരിശുദ്ധ കുർബാന വിശ്വാസത്തിന്റെ ആഘോഷമായതിനാൽ യോഗ്യരായവർ മാത്രമാണ് കുർബാനയിൽ പങ്കുകൊള്ളുന്നത്. അതുകൊണ്ട് മാമോദിസ സ്വീകരിക്കാത്തവരും ജീവന്റെ അടയാളം സ്വീകരിക്കാത്തവരും പരിശുദ്ധ കുർബാന സ്വീകരിക്കാത്തവരും പള്ളിക്ക് വെളിയിൽ മോണ്ടളത്തിൽ കാവൽ നിൽക്കുന്നു. അയോഗ്യതയോടെ പങ്കെടുത്താൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ ഒഴിവാക്കുകയാണ് ഈ കർമാനുഷ്ഠാനത്തിൻ്റെ ലക്ഷ്യം. ജീവന്റെ അടയാളം സ്വീകരിക്കാത്തവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാരക പാപത്തിലായിരുന്നിട്ടും കുമ്പസാരമെന്ന കൂദാശ സ്വീകരിക്കാത്തവരെയാണ്. ഈ ശുശ്രൂഷ വചന ശുശ്രൂഷയുടെ അവസാന ഭാഗത്താണ്. എന്നാൽ കറോസൂസയുടെ സമയത്ത് കാർമികൻ ഒരുക്ക ശുശ്രൂഷ ആരംഭിക്കുന്നതിനാൽ അതിനുശേഷമാണ് ഇത് ചെയ്യുന്നത്. 3. ബലിവസ്തുക്കളുടെ സമർപ്പണവും ദിവ്യരഹസ്യ ഗീതവും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഹൃദയ വിശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി കാർമികൻ കൈകൾ കഴുകുന്നു. തുടർന്ന് ഗായകർ ദിവ്യരഹസ്യഗീതം ആലപിക്കുന്നു. ഒനീസ ദറാസ എന്ന സുറിയാനി പദത്തിൻ്റെ മലയാള രൂപമാണ് ദിവ്യരഹസ്യഗീതം എന്നത്. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു എന്നത് സങ്കീർത്തകനോടൊപ്പം ആരാധനാ സമൂഹത്തിന് ദൈവത്തിലുള്ള പ്രത്യാശ വെളിപ്പെടുത്തുന്നു. ആരാധനാ സമൂഹം സ്വർഗീയ ഗണത്തോട് ചേർന്ന് ദൈവത്തെ പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കുന്നു. ദിവ്യരഹസ്യ ഗീതത്തിൻ്റെ ആരംഭത്തിൽ കാർമികൻ ഉപപീഠങ്ങളിൽ ഒരുക്കി വച്ചിരിക്കുന്ന അപ്പവും വീഞ്ഞും അൾത്താരയിലേക്ക് സംവഹിക്കുന്നു. സജ്ജമാക്കപ്പെട്ട കാസയും പീലാസയും കൈകളിൽ വഹിച്ച് കാർമികൻ അൾത്താരയിലേക്ക് നടത്തുന്ന ഈ പ്രദക്ഷിണം ഈശോയുടെ കാൽവരി യാത്രയെ അനുസ്മരിപ്പിക്കുന്നു. അൾത്താരയിൽ ദിവ്യരഹസ്യങ്ങളെ കുരിശാകൃതിയിൽ ഉയർത്തുന്നത് അവിടുത്തെ കുരിശു മരണത്തെ സൂചിപ്പിക്കുന്നു. പീലാസ കൊണ്ട് കാസയിൽ 3 പ്രാവശ്യം മുട്ടുന്നത് ഈശോയെ 3 ആണികളാൽ തറയ്ക്കപ്പെട്ടതിനെയും ഈശോ 3 മണിക്ക് കുരിശിൽ മരിച്ചു എന്നും സൂചിപ്പിക്കാനാണെന്ന് വ്യാഖ്യാനമുണ്ട്. ഈശോയുടെ ബലിയാണ് ഇവിടെ സമർപ്പിക്കപ്പെടുന്നത്. പുരോഹിതന്റെ നേതൃത്വത്തിൽ ദൈവജനം ഈശോ മിശിഹായുടെ ബലിയർപ്പണം പിതാവായ ദൈവത്തിന്, ത്രിത്വൈക ദൈവത്തിന് അർപ്പിക്കുകയാണ്. അതാണ് കാഴ്ചവെപ്പ്. അതായത് ഈശോയുടെ പ്രതിനിധിയായ പുരോഹിതനിലൂടെ ഈശോയുടെ ബലി പിതാവായ ദൈവത്തിന് അർപ്പിക്കുന്നു. ഇവിടെ ബലിയർപ്പകനും ബലിവസ്തുവും ഈശോ തന്നെയാണ്. ഒരേ സമയം പിതാവായ ദൈവം തൻ്റെ പുത്രനെ നമുക്കായി അർപ്പിക്കുന്നു. അതേസമയം ഈശോയുടെ ബലി പിതാവായ ദൈവത്തിന് ഈശോ തന്നെ അർപ്പിക്കുന്നു. ഈശോയുടെ ബലിയർപ്പണം നാം കാഴ്ചവെക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ സഹനങ്ങളും പ്രാർത്ഥനകളും ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ശരീരവും രക്തവും അടക്കം ചെയ്തതിന് ശേഷം കല്ലറ സ്ലാബിട്ട് മൂടിയതുപോലെ കർത്താവിൻ്റെ കല്ലറയുടെ പ്രതീകമായ ബലിപീഠത്തിന്മേൽ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ പ്രതീകമായ അപ്പവും വീഞ്ഞും വെച്ചതിന് ശേഷം ശോശപ്പായിട്ട് മൂടുന്നു. അവിടെ കർത്താവിൻ്റെ സംസ്കാരമാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ബലിവസ്തുക്കളുടെ സമർപ്പണത്തിലൂടെ കർത്താവിൻ്റെ കുരിശു മരണത്തെ അനുസ്മരിക്കുന്ന ഒരു കർമ്മമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാപ്പയുടെ നിറത്തിൽ ചതുരാകൃതിയിലുള്ള തിരുവസ്ത്രമാണ് ശോശപ്പ. കാഴ്ച സമർപ്പണത്തിൻ്റെ സമയത്ത് നമ്മുടെ പങ്കാളിത്തം ഏത് രീതിയിലായിരിക്കണം? നമുക്കൊന്ന് ചിന്തിക്കാം. ഈശോ മിശിഹായുടെ തന്നെ പീഠാസഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും സമർപ്പണമാണ് കാഴ്ച സമർപ്പണം. പ്രതീകങ്ങളിലൂടെയാണ്
രഹസ്യങ്ങൾ നൽകുന്നത്. പുരോഹിതൻ ബേസ്ദസ്സയിൽ നിന്ന് ബലിപീഠത്തിലേക്ക് കാസയും പീലാസയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുവരുമ്പോൾ ഈശോ തന്നെ ബലിയർപ്പണത്തിനായി ഇതാ ഗാഗുൽത്തായിലേക്ക് വരുന്നുവെന്ന് കാണുവാൻ അല്ലെങ്കിൽ ദർശിക്കുവാൻ നമുക്ക് സാധിക്കണം. അതുപോലെ പുരോഹിതൻ കാസയും പീലാസയും കുരിശാകൃതിയിൽ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഈശോയുടെ ചമ്മട്ടിയടിയും കുരിശ് യാത്രയിലെ പീഡനവും ഈശോയുടെ കൈകാലുകളിൽ ആണികളടിച്ചതും കുരിശു മരണവും ഓർത്ത് ധ്യാനിക്കണം. നമ്മുടെയും ലോകം മുഴുവൻ്റെയും പാപഭാരം ചുമന്നുകൊണ്ട് ഗാഗുൽത്തായിലെത്തിയ അവിടുന്ന് കുരിശിൽ തറയ്ക്കപ്പെട്ടു. കഠോരമായ വേദന സഹിച്ച് 3 മണിക്കൂറിലധികം സമയം കുരിശിൽ കിടന്ന് തൻ്റെ ജീവൻ പിതാവിന് സമർപ്പിച്ചു. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 23 അധ്യായം 46 തിരുവചനം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. നാം ബലിയർപ്പിക്കുമ്പോൾ ഈശോയുടെ പീഡാസഹനം ധ്യാനിക്കുന്നത് വഴി കുർബാന നമുക്ക് അനുഭവമാകും. നമ്മിൽ ആന്തരിക സൗഖ്യം സംഭവിക്കും. നാം നിത്യരക്ഷയ്ക്ക് യോഗ്യരായിത്തീരും. കുർബാന എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം സമർപ്പണം എന്നാണ്. കുർബാനയിൽ സമർപ്പണം അഥവാ കാഴ്ചവെപ്പ് എന്നത് നമ്മുടെ ഫലവർഗ്ഗങ്ങളല്ല, മറിച്ച് ഈശോയുടെ പീഠാനുഭവമാണ് സമർപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവജനം ഭൗതികമായ എന്തെങ്കിലും സമർപ്പിക്കുന്നുണ്ടെങ്കിൽ അവ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സമർപ്പിക്കുന്നതാണ് ഉചിതമായത്. കാഴ്ചയർപ്പണ സമയത്തുള്ള കാർമ്മികന്റെ ഈ പ്രാർത്ഥന നമുക്കൊന്ന് ശ്രവിക്കാം. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും തൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഓർമ്മയാചരിക്കാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തൻ്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. അതായത് നമ്മുടെ കാഴ്ചകളല്ല, മറിച്ച് പെസഹ രഹസ്യങ്ങളാണിവിടെ അർപ്പിക്കുന്നത്. ഈശോയുടെ ജനന, പരസ്യ ജീവിത, പീഡാനുഭവ, കുരിശു മരണ രഹസ്യങ്ങൾ കുർബാനയിൽ അനുഷ്ഠിക്കുന്നത് കൊണ്ട് കൂടിയാണ് അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീര രക്തങ്ങളായി കുർബാനയിൽ രൂപാന്തരപ്പെടുന്നത്. 7ാം എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. 8ാം എപ്പിസോഡ് അടുത്ത ദിവസം കാണാം. ആമേൻ.